Hi all, welcome back to my channel Unique Kids. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമ്മൾ തീ പോലും കത്തിക്കാതെ ഒരു 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വീട്ടിൽ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചോക്ലേറ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇത് മിൽക്ക് ചോക്ലേറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ ആ ഒരു സോഫ്റ്റ്നെസ്സിൽ തന്നെ നമുക്കൊരു മിക്സി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 200K സബ്സ്ക്രൈബേഴ്സ് ആവുന്നതുവരെ ഞാനിടുന്ന എല്ലാ വീഡിയോസും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഐസിങ് ഷുഗർ വേണം. അപ്പോൾ ഐസിങ് ഷുഗർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ 1/2 കപ്പ് പഞ്ചസാര എടുക്കുക. ഈ ഒരു പഞ്ചസാരയിൽ നിന്ന് ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര മാറ്റി കൊടുത്തതിന് ശേഷം ഈ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഇതിലോട്ട് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഐസിങ് ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഐസിങ് ഷുഗർ എടുത്താൽ മതി. ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. എത്രത്തോളം ഫൈൻ പൗഡർ ആക്കാൻ പറ്റുമോ അത്രത്തോളം ഫൈൻ ആക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു സോഫ്റ്റ് ടെക്സ്ചർ കിട്ടും നമ്മുടെ ഈ ഒരു ചോക്ലേറ്റിന്. അപ്പോൾ നന്നായിട്ട് ഇത് ഒന്ന് പൊടിച്ചിട്ടെടുക്കുക. ഞാനിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറാണ്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് മിൽക്ക് ചോക്ലേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ മിൽക്ക് പൗഡർ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അല്ലാണ്ട് മിൽക്ക് പൗഡർ ഇല്ലാതെയും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഡയറി മിൽക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലോട്ട് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് അടിച്ച് ഒന്നും കൂടെ ഫൈനാക്കിയിട്ട് നല്ല പൗഡർ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നന്നായിട്ടൊരു ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഒരു മിനിറ്റൊക്കെ നന്നായിട്ട് അടിച്ചോളൂ. നന്നായിട്ട് ഫൈൻ ആയിക്കോട്ടെ. ഇതിപ്പോൾ നല്ല ഫൈൻ പൗഡറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. അപ്പോൾ ബട്ടർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാൽഡ എടുക്കാം, വെളിച്ചെണ്ണ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് എടുക്കാം. ഇതാണ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കരുത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റായിട്ട് കിട്ടില്ല, ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ സെറ്റ് ആവില്ല. ഞാൻ പറഞ്ഞ ഈ ഡാൽഡയോ അല്ലെങ്കിൽ നെയ്യോ അതല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ചെറിയ അതിൻ്റെ ഒരു കുത്ത് വരും, വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് മുമ്പിൽ നിൽക്കും. ബട്ടറോ നെയ്യോ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കി. അപ്പോൾ അത് പോരായിരുന്നു. അപ്പോൾ ഞാനൊരു 3.5 ടേബിൾ സ്പൂണും കൂടെ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ടോട്ടൽ ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ 5.5 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ബട്ടറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒരു ക്രീമി ടെക്സ്ചറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് മോൾഡിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് മോൾഡ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് ജസ്റ്റ് ഒരു പ്ലേറ്റിൽ സെറ്റ് ചെയ്തെടുത്താൽ കൂടെ നമുക്ക് റീമോൾഡ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് സെറ്റ് ചെയ്യുന്ന പാത്രം കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുക. അതാകുന്ന സമയത്ത് റീമോൾഡ് ചെയ്യാൻ നല്ല എളുപ്പമുണ്ടാവും. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേപോലൊരു മോൾഡ് എടുത്തിട്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡാണ്, ഒരു 15 രൂപയ്ക്ക് ഞാൻ കുറേ മുമ്പ് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതിലോട്ട് ഇതേപോലെ കുറച്ച് ഇട്ട് കൊടുക്കുക. എല്ലാത്തിലും കുറച്ചിട്ട് കൊടുത്തിട്ട് 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്യുമ്പോഴേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ഭാഗത്തോട്ടും സ്പ്രെഡ് ആയിക്കോളും. അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാ കള്ളിയിലും ഇതേപോലെ കുറച്ച് ചോക്ലേറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം എല്ലാത്തിലും ഏകദേശം ഫില്ലായിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം. ഒരു 15 മിനിറ്റ് നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോഴേക്കും കറക്റ്റ് സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. അപ്പോൾ ഞാനിതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചോക്ലേറ്റൊക്കെ നല്ല പോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് കൈ വെച്ചിട്ട് പുറം ഭാഗത്ത് നിന്ന് അമർത്തുമ്പോഴേക്കും നമുക്ക് റീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാൻ ഈ ഒരു പാത്രം ഗ്രീസ് ചെയ്തിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെ എനിക്ക് സുഖമായിട്ട് റീമോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ മിക്സിയുടെ ജാറിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ചോക്ലേറ്റ് ആണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. ഉറപ്പായിട്ടും അവർക്ക് ഇഷ്ടമാവും. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ.